ഒന്നാമതായിട്ട് വായിക്കാം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോശുവ 6:20. മതി. വളരെ പരിചയമുള്ളൊരു പശ്ചാത്തലമാണ്. യോശുവയുടെ കാലഘട്ടത്തിൽ എരിഹോ മതിൽ സമഭൂമിയായ എരിഹോ മതിൽ തകർന്നു വീണ സന്ദർഭമാണ്. ഇവിടെ 6 ദിവസം ജനം മൗനമായി നടന്നു. എന്നിട്ട് ദൈവം പറഞ്ഞ സമയത്താണ് അവരൊരുമിച്ച് സ്തുതിക്കുവാനായിട്ട് തയ്യാറായത്. ആ മതിൽ തകർന്ന് താഴെ വീണു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ മതിൽ വീഴുക എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നാം. ആ മതിലിനെ കുറിച്ചുള്ള ചരിത്ര പശ്ചാത്തലം അല്ലെങ്കിൽ ജിയോഗ്രഫി, ഭൂമിശാസ്ത്രം പറയുന്നത് ഏതാണ്ടൊരു ഏറ്റവും കുറഞ്ഞത് ഒരു 50 അടിയോളം പൊക്കമുള്ള, ഒരു 18 അടിയോളം വീതിയുള്ള ഒരു വലിയ ബൃഹത്ത് മതിലാണ്. ചൈനയിലെ മതിൽ, വൻമതിലൊക്കെ ലോകാത്ഭുതമായി നിൽക്കുന്ന പോലെ. എന്നാൽ ഇങ്ങനെ ഒരു മതിൽ തകർന്ന് താളടിയാകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇനി ഇത്രയും വലിയ ഒരു കൂറ്റൻ മതിൽ താഴെ വീണാൽ തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കിടന്ന് അതൊരു മറ്റൊരു വലിയ കൂനയായി, വലിയൊരു തടസ്സമായി മുമ്പിൽ നിൽക്കും. അതിൻ്റെ മുകളിൽ കൂടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കയറുക വളരെ പ്രായോഗിക തലത്തിൽ തടസ്സമുള്ള കാര്യം. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചില ഫ്ലാറ്റുകളൊക്കെ പൊളിച്ച ആ വാർത്തയെ കണ്ടല്ലോ. ഇത് വലിയൊരു ബിൽഡിംഗ് പൊളിഞ്ഞു വീഴുമ്പോൾ അതിൻ്റെ പൊടിപടലങ്ങൾ അല്ലെ, അന്തരീക്ഷത്തിൽ അതിൻ്റെതായിരിക്കുന്ന മറ്റ് അവശിഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും അല്ലെ, നമ്മൾ ശ്വസിക്കാൻ കഴിയാതെ. ഇങ്ങനെയുള്ള പ്രായോഗിക തടസ്സങ്ങൾ പലത് ഉണ്ടായി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ആയിരിക്കും അതിന് പരിഹാരം ഉണ്ടായത്? ആ ഉയർന്നിരിക്കുന്ന മതിൽ തകർത്താലടിയായി, അല്ലെങ്കിൽ പൊടിപടലങ്ങളില്ല, എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? കോരഹിനെയും കൂട്ടരെയും അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല, നമ്മുടെ ഭാവനയിൽ ചിന്തിക്കുകയാണ്. ഭൂമി വാ പിളർന്ന് വിഴുങ്ങിയതുപോലെ, സെരുബ്ബാബേൽ സമഭൂമിയായതുപോലെ മുൻപിലുള്ള വലിയ തടസ്സം അത് ഭൂമി വാ പിളർന്ന് പിഴുങ്ങി അതവിടെ ഇല്ലാതാകത്തക്കവണ്ണം ദൈവം സമഭൂമിയാക്കി സമനിലമാക്കി കൊടുത്തു. ഇതുപോലൊരു നിലത്ത് കൂടി കടക്കത്തക്കവണ്ണമാണ് മുൻപിലുള്ള എരിഹോ മതിൽ തകർന്ന് താളടിയായത്. അതുകൊണ്ട് സ്തുതിക്കുമ്പോൾ തടസ്സങ്ങൾ മാറുന്നു. ഇന്ന് രാത്രിക്കാലം നമ്മൾ സ്തുതിക്കുന്നതിന് മടി വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ മുൻപിൽ ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ എരിഹോ മതിൽ പോലെയുള്ള തടസ്സങ്ങൾ എത്ര ഘോരമായി നിന്നപ്പോൾ അത് നമ്മുടെ പ്രാർത്ഥനയിൽ, സ്തുതിയിൽ, ആരാധനയിൽ തകർന്ന് വീണത് കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും സ്തുതി തടസ്സങ്ങളെ മാറ്റുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ആ തടസ്സം മാറി അത് സമഭൂമിയായി തീരത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ, വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, ഈ സഭയിൽ, ജംസ്വോർഡ് പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ അതിരുകളെ വിസ്താരമാക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വചനത്തിന്റെ ശക്തിയാൽ വെളിപ്പെടുവാൻ ദൈവകർത്താവ് ഇടയാക്കുമാറാകട്ടെ. വചനം പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിതാനുഭവങ്ങളും നമുക്ക് ഓർക്കാൻ കഴിയട്ടെ. ഞാൻ അനുഭവങ്ങൾ പലപ്പോഴും പലയിടത്തും പറയുന്നത് എൻ്റെ അനുഭവത്തെ വരച്ച് കാണിക്കാനല്ല. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. അതിന് സമാനമായത് നമ്മൾ ഓർക്കുക. ഞാൻ ദേശത്തോട്ട് വരുന്ന 2 വർഷം ആകുന്നേ ഉള്ളൂ. വരുന്ന സമയത്ത് പല തടസ്സങ്ങൾ, ആദ്യമായിട്ട് ഒഫീഷ്യലായിട്ട് വിളിക്കുന്ന പറയും ശേഖർ ബ്രോയാണ്, ചോദിച്ചാൽ മതി, പിന്നീട് അത് പറയാം. മറ്റൊരു സാക്ഷ്യമുണ്ട്. പല തടസ്സങ്ങൾ വരുന്നതിന് മുൻപുണ്ടായി, വന്നിട്ടും പല തടസ്സങ്ങളുണ്ടായി. അതിൽ ആത്മീകമായൊരു വിഷയം പറയാം. ഒരുപാടുള്ളതിൽ ഒരു കാര്യം, ഇപ്പോൾ UK പോകുന്നത് ശരിയല്ല ആ ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം. കാരണം പുറത്തുനിന്ന് കാണുമ്പോൾ ചർച്ചകൾ അടയുന്നു, അവിടെ ഒരു പക്ഷേ തലമുറകൾ വഴിതെറ്റി പോകുന്നു. ഇനി നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ തലമുറയുടെ ഭാവി എന്താകുമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, പല കാര്യങ്ങൾ ഒരു തടസ്സമായി എൻ്റെ മുൻപിൽ നിന്നു. എന്നാൽ ദൈവിക ആലോചന പ്രകാരം വന്നപ്പോൾ എന്ത് സംഭവിച്ചു അല്ലേ? ഞാൻ വന്നതിന് ശേഷം കണ്ടൊരു കാര്യം കൂടെയാണ്. ലണ്ടൻ പെന്തക്കോസ്റ്റ് ചർച്ചിൻ്റെ അതിരുകളെ ദൈവം വിസ്താരമാക്കി, പല ബ്രാഞ്ചുകൾ തുടങ്ങി. അതിൽ തന്നെ ആദ്യത്തെ വലിയ ബ്രാഞ്ചായി നമ്മുടെ ചർച്ച് മാറി. പിന്നീട് അങ്ങോട്ട് നമ്മളിപ്പോൾ കാണുന്നത് യുവതലമുറകൾ വഴിതെറ്റുന്നു എന്നാണ് കേട്ടതെങ്കിൽ LPCയിൽ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ യുവജനങ്ങൾക്കിടയിലാണ് വലിയൊരു ആത്മപകർച്ച ഉണ്ടായത്. നമ്മളെക്കാൾ ആത്മിക തീഷ്ണതയിൽ അവർ നിൽക്കുകയാണ്. ഇനിയും ബ്രാഞ്ചുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. പല മീറ്റിങ്ങുകൾ കൊണ്ട്, രാവിലത്തെ സൂം മീറ്റിംഗ് മുതൽ വൈകിട്ടത്തെ സെൽ മീറ്റിംഗ് വരെ വിവിധ
പ്രാർത്ഥനാ കൂട്ടായ്മകൾ വർദ്ധിച്ചു വരുന്നു. നമുക്ക് പങ്കെടുക്കാൻ സമയമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മുൻപിലുള്ള പല തടസ്സങ്ങളിൽ ഒരാത്മിക തടസ്സമായി നിന്നത് മുന്നോട്ട് ഗമിക്കാൻ കഴിയാതെ ഭാവി ഇങ്ങനെയായിത്തീരുന്ന പറഞ്ഞ സാഹചര്യങ്ങൾക്ക് മുന്നിൽ, വാദഗതികൾക്ക് മുൻപിൽ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം അതിരുകളെ വിസ്താരമാക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്നെങ്കിൽ, നമ്മൾ സ്തുതിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വരുന്നു. ഈ ദേശത്ത് ഈ സഭയുടെ അതിരുകൾ വിസ്താരമാക്കുവാൻ പര്യാപ്തമായ തരത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മിൽ ആര് പ്രവർത്തിക്കുന്ന ദൈവശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ മൗനമായിരിക്കാതെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു മിനിറ്റ് ദൈവത്തെ സ്തോത്രം ചെയ്യാതെ ഹല്ലേലൂയ സ്തോത്രം. ഇത് രാത്രികാലം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന തടസ്സങ്ങൾ എത്ര വലുതാണെങ്കിലും, അത് എരിഹോ മതിൽ പോലെയാണെങ്കിലും, നമ്മൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുമ്പോൾ അത് സമഭൂമിയായി തീരത്തക്കവണ്ണം ഒരു മുൻപിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പര്യാപ്തമായ തലത്തിൽ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. സ്തോത്രം.